നമസ്കാരം. വീണ്ടും ശശി തരൂരിനെതിരെ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ മുറിക്കണമെന്നും തരൂരിന് ചോറ് ഇവിടെയും കൂർ അവിടെയുമാണെന്നും ഇനി BJP-യിലേക്ക് പോയാലും കോൺഗ്രസിന് ഒന്നും സംഭവിക്കില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കേന്ദ്രമൊരുക്കിയ വിരുന്നിൽ തരൂർ പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചോദിച്ചു വീഡിയോയും ഇട്ടു. ഇതിന് പിന്നാലെയാണ് തരൂരിനെ ഉണ്ണിത്താൻ പ്രകോപിപ്പിക്കുന്നത്. ഒരാളും അദ്ദേഹത്തിന്റെ കൂടെ BJP-യിൽ പോകില്ല എന്ന് മനസ്സിലാക്കണം. അച്ചടക്കമുള്ള പ്രവർത്തകർ പണിയെടുത്തതിന്റെ ഫലമായിട്ടാണ് വലിയ വിജയം അദ്ദേഹത്തിനുണ്ടായത്. മികച്ച പരിഗണനയാണ് എല്ലാ തവണയും അദ്ദേഹത്തിന് കോൺഗ്രസ് നൽകിയത്. ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിച്ച മോദിക്ക് തരൂർ പിന്തുണ നൽകുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ എത്രത്തോളം വിഷമിക്കും. വലിയ അപരാധമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഭാര്യ സുനന്ദ പുഷ്കർ മരിച്ച കേസിൽ എല്ലാവരും വേട്ടയാടിയപ്പോൾ ഒപ്പം നിന്നത് കോൺഗ്രസ് ആണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യമൊന്നും നടപ്പാക്കുന്ന കാര്യമല്ല. തരൂർ താഴ്ത്ത് കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. നടപടി സ്വീകരിച്ച് രക്തസാക്ഷി പരിവേഷത്തോടെ പാർട്ടി വിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അതിന് കോൺഗ്രസ് തയ്യാറല്ലെന്നും എന്താണേലും കോൺഗ്രസിന് ഗുണമുള്ള പ്രവർത്തനമല്ല തരൂർ നടത്തുന്നതെന്നും വ്യക്തമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻപ് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും തരൂർ കഴിഞ്ഞ ആഴ്ച രംഗത്ത് വന്നിരുന്നു. രാംനാഥ് ഗോയങ്ക അനുസ്മരണ പ്രഭാഷണത്തിൽ മോദിക്കൊപ്പം പങ്കെടുക്കാനായതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു തരൂർ അന്ന് പറഞ്ഞത്. മോദിയെ തുടർച്ചയായി പുകഴ്ത്തുന്ന തരൂർ കഴിഞ്ഞിടയ്ക്ക് ലേഖനത്തിലൂടെ നെഹ്റു കുടുംബത്തെ നിശിതമായി വിമർശിച്ചതും വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ അത്താഴ വിരുന്നിൽ തരൂർ പങ്കെടുത്തത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും തഴഞ്ഞ സ്ഥാനത്താണ് തരൂർ പോയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി സ്തുതി വർദ്ധിപ്പിക്കുകയാണ് തരൂർ ചെയ്തത്. പല ഘട്ടങ്ങളിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടെടുത്തു. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശേഷം തനിക്ക് വിദേശകാര്യ നയത്തിൽ BJP കോൺഗ്രസ് വേർതിരിവില്ലെന്ന് പ്രഖ്യാപിച്ചാണ് തരൂരിന്റെ പോക്ക്. തരൂരിനെതിരെ നടപടിക്ക് കോൺഗ്രസ് ആലോചനയുണ്ടെന്നാണ് റിപ്പോർട്ട്. തരൂരിന്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസിനുള്ളിൽ അമർഷം ശക്തമായ സാഹചര്യത്തിലാണിത്. ചില വ്യക്തികളുടെ സ്തുതി പാർട്ടിയെ ബാധിക്കില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. രാഷ്ട്രപതി ഭവനിലെ ഭക്ഷണത്തിന്റെ രുചിയെ പുകഴ്ത്തിയ തരൂരിന് പാർട്ടിയിൽ നിന്ന് ലഭിച്ച പ്രതികരണം അത്ര രുചികരമായിരുന്നില്ല. പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചില വ്യക്തികളുടെ സ്തുതി പാർട്ടിയെ ബാധിക്കില്ലെന്നും പറഞ്ഞ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉചിതമായ സമയത്ത് വിഷയം ചർച്ച ചെയ്യുമെന്നും പറഞ്ഞു. ലോക്സഭ രാജ്യസഭാ പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണമില്ലാത്ത വിരുന്നിൽ പങ്കെടുത്ത തരൂർ സ്വന്തം മനസ്സാക്ഷിയോടെങ്കിലും ആലോചിക്കണമായിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര തുറന്നടിച്ചിരുന്നു. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിലാണ് തന്നെ ക്ഷണിച്ചതെന്നാണ് തരൂരിന്റെ നിലപാട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പാർലമെന്റ് പ്രതിനിധി സംഘത്തെ നയിക്കാൻ പാർട്ടി അനുമതി ഇല്ലാതെ പോയപ്പോഴും ഇതുതന്നെയായിരുന്നു വിശദീകരണം. ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ പോലും ക്ഷണിക്കാത്ത വിരുന്നിൽ എങ്ങനെയാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഉൾപ്പെടുത്തുന്നതെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. മറ്റു നേതാക്കളെ ക്ഷണിക്കാത്തത് തനിക്കറിയില്ല എന്ന് തരൂരും പ്രതികരിക്കുന്നു. ഇതിനിടയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ച് തരൂർ വീഡിയോ ഇട്ടത്. അതിനിടെ നേരത്തെ പാർലമെന്റിലെ അതിരുവിട്ട പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെയും തരൂർ രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷം പാർലമെന്റിൽ നിരുത്തരവാദിത്തപരമായി പെരുമാറുന്നുവെന്നായിരുന്നു തരൂരിന്റെ വിമർശനം. ചർച്ചകളിലൂടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിന് പകരം ബഹളം വെച്ച് നടപടികൾ തടസ്സപ്പെടുത്തുകയാണ്. ചോദ്യോത്തരവേളയും ശൂന്യവേളയും പോലും കേന്ദ്രമന്ത്രിമാരെ മുൾമുനയിൽ നിർത്താനുള്ള അവസരങ്ങൾ പാഴാക്കുന്നു. നിയമനിർമ്മാണം ഏകപക്ഷീയമായി നടക്കുന്നു. UPA ഭരണകാലത്ത് BJP ചെയ്തത് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആവർത്തിക്കുന്നു. നഷ്ടം സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിനാണെന്നും തരൂർ പറഞ്ഞു. പാർലമെന്റ് പ്രാധാന്യം കുറയുന്നുവെന്നും ശശി തരൂർ വിമർശിച്ചിരുന്നു. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനാണ് പ്രതിപക്ഷം പ്രാധാന്യം കൊടുക്കുന്നതെന്നായിരുന്നു തരൂരിന്റെ വിമർശനം.